ഇപ്പൊ ഒരു വിവാഹത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇവിടെ ഞാൻ ഡിവോഴ്സിലോട്ട് പോകണോന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുകളുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡിനായിരിക്കും. NPD ആണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു മറുപടിയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത്. ഈ NPD എന്ന് പറയുന്നത് ഹസ്ബൻഡിന് മാത്രമല്ല, ആ വീട്ടിൽ വേറെ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ചില ആളുകൾ വൈഫ് ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ അവർ വേറെ രാജ്യത്തായിരിക്കും ജീവിക്കുന്നത്, വേറെ ഫ്ലാറ്റിലായിരിക്കും, വേറെ സ്ഥലത്ത് മാറി താമസിക്കുകയായിരിക്കും. അങ്ങനെയുള്ള കേസിൽ അവർക്ക് ഹസ്ബൻഡിന്റെ സ്വഭാവം മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്നാൽ ചില ആളുകളാണെങ്കിൽ മദർ ഇൻ ലോ ഉണ്ടായിരിക്കും, സിസ്റ്റർ ഇൻ ലോ ഉണ്ടായിരിക്കും. ആ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരുടെ സ്വഭാവമൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. ഇനി ചില കേസിൽ നല്ല നട്ടലുള്ള ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ചില കേസിൽ ഹസ്ബൻഡിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിനെ അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ പേടിയാണ്. ചിലപ്പോൾ അമ്മായിമ്മനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവ് തന്നെയായിരിക്കും അത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരു കേസിലാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇനിയും നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ ആയിരിക്കും പറയണത്. ചിലപ്പോൾ വെറുതെ പറയുന്നതായിരിക്കും. ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലാതെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളും കൂടി ആലോചിക്കൂ. ഈ ഹസ്ബൻഡിന് നിങ്ങൾക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ തരാനായിട്ട് മുന്നേ പറ്റിയിട്ടുണ്ട്. നല്ല സ്നേഹമുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കാരണവശാലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫോർഗീവ് ചെയ്യാനും അതിനെ മറന്നു കളയാനും രണ്ടാമത് ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റണം. അപ്പം നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്, നല്ലൊരു കോച്ചിങ്ങിലൂടെയൊക്കെ നിങ്ങൾക്ക് ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും.